നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയമാണ്. ഈ ഒരു മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 170-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഭോട്ടെകോശി നദി കരകവിഞ്ഞ് നിരവധി ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ നേപ്പാളിലെത്തി. 140 ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായി. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജിഷ്ണു, നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിലൊരു സാഹചര്യം എന്താണ് ഇപ്പോൾ നേപ്പാൾ? ഐശ്വര്യ, നേപ്പാളിൽ ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനം, രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അതായത് വലിയ നാശനഷ്ടമാണ് വടക്കൻ നേപ്പാൾ മേഖലയിൽ, ടിബറ്റൻ ബോർഡറിനോട് ചേർന്നിട്ടുള്ള മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. റസുവ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള മേഘവിസ്ഫോടനവും തുടർന്ന് കൂറ്റൻ മഞ്ഞുമല ഇടിഞ്ഞതുമാണ് നിലവിൽ ഈ പ്രളയത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നദിയിലേക്ക് എത്തുന്ന ജലം സമീപത്തുള്ള ഗ്രാമപ്രദേശങ്ങളെ മുഴുവൻ തുടച്ചു നീക്കിക്കൊണ്ടാണ് മുൻപോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാശനഷ്ടത്തിന്റെ കണക്കുകൾ, ആളപായത്തിന്റെ കണക്കുകൾ ഇതൊന്നും തന്നെ ആധികാരികമായി അല്ലെങ്കിൽ വളരെ കൃത്യമായി ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം മരണം 170 കടന്നിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. നിലവിലുള്ള കണക്കുകൾ പ്രകാരം 140 ഇന്ത്യക്കാരുൾപ്പെടെ 800-ലധികം പേരെ കാണാതായിട്ടുണ്ട്. ഇതിൽ 460-ലധികം വിദേശ പൗരന്മാരാണ്. പലരും കൈലാസ യാത്ര ഉൾപ്പെടെ എത്തിയിട്ടുള്ള തീർത്ഥാടകരുണ്ട്, വിനോദസഞ്ചാരികളുണ്ട്. ഇവരെല്ലാം തന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. ഒപ്പം ദുരന്തം നടന്ന, ഈ പ്രളയം നടന്ന മേഖലയിൽ പോലീസും സൈന്യവും എല്ലാം തന്നെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായം എത്തിച്ചതിന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ ഇതിനോടകം നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ നേപ്പാളിൽ പറന്നിറങ്ങുകയും രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സാമഗ്രികളെയും സേനാംഗങ്ങളെയും എത്തിച്ചിരുന്നു. അതിനാണ് ഇപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ നന്ദി അറിയിച്ചിട്ടുള്ളത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീണ്ടും ഒരു പ്രളയത്തിന് സാധ്യതയുണ്ട്. അതായത് കൂറ്റൻ മഞ്ഞുമലയുടെ ഒരു ഭാഗം ഇടിഞ്ഞതായിരുന്നു ഈ പ്രളയത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. ആ മഞ്ഞുമല വീണ്ടും ഇടിയാൻ സാധ്യതയുണ്ടെന്നും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നേപ്പാളിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രതയിലാണ് നേപ്പാൾ ഉള്ളത്. ഒപ്പം നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ബീഹാർ, ഉത്തർപ്രദേശ് കൂടാതെ പശ്ചിമ ബംഗാളിലും ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദീതീരത്ത് താമസിക്കുന്നവരോട് നദിയിൽ ക്രമാതീതമായി വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ടെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നുമാണ് നിർദ്ദേശം നൽകിയത്. പക്ഷേ നിലവിൽ അപകടകരമായ മറ്റവസ്ഥയൊന്നുമില്ല. ഏതായാലും നേപ്പാളിനെ സംബന്ധിച്ച് വടക്കൻ നേപ്പാൾ മേഖലയെ തകർത്തെറിഞ്ഞ രീതിയിലാണ് ഈ മിന്നൽ പ്രളയം കടന്നുപോയിട്ടുള്ളത്. അതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനവും രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുകയാണ്. വീണ്ടും ഒരു മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. ഐശ്വര്യ. അതെ, ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ എത്ര ജീവനുകളാണ് നഷ്ടമായത്, ഇനി എത്ര പേരെയാണ് കണ്ടെത്താനുള്ളത്, ഈ കണക്കുകളൊക്കെയും അവ്യക്തമാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നേപ്പാളിനൊപ്പം ഇന്ത്യയും കൂടി ചേർന്നിട്ടുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിനായി. അതേസമയം ജിഷ്ണു, ഈ ഉത്തരാഖണ്ഡിലൊരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയോടെയാണ് ഉണ്ടായിരുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ബദ്രീനാഥ് ദേശീയപാതയിൽ ഈ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചതായും കൂടാതെ ഈ ജോഷിമഠ് മാർവാരി റോഡ് ഒലിച്ചു പോയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. ഐശ്വര്യ, ഉത്തരാഖണ്ഡിൽ ഏറ്റവും ഉയർന്ന മേഖലയാണ് ചമോലി എന്നുള്ളത്. ആ ചമോലി ജില്ലയിൽ ഈ ഒരു മഴക്കാലത്ത് ഉടനീളം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് പുലർച്ചെ ചമോലി ജില്ലയിലെ ബദ്രിനാഥ് ദേശീയപാതയിലാണ് വലിയ മണ്ണിടിച്ചിലും റോഡ് പൂർണ്ണമായും തകർന്നു പോകുന്ന അവസ്ഥയുണ്ടായത്. ഇതേ തുടർന്ന് ബദ്രിനാഥ് ഡാമിലേക്കും കൂടാതെ ഹേംകുണ്ട് സാഹിബിലേക്കുമുള്ള യാത്രയെ ഈ ഒരു അപകടം കാലമയ ബാധിച്ചിട്ടുണ്ട്. അവിടേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കാത്ത അവസ്ഥയാണ്. റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് അവിടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. സൈന്യവും ഒപ്പം ദുരന്ത നിവാരണ സേനയും ചേർന്ന് രക്ഷാപ്രവർത്തനവും ഒപ്പം ആ റോഡ് താൽക്കാലികമായെങ്കിലും പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളും തുടരുകയാണ്. മറ്റൊരു ആശ്വാസകരമായ വാർത്ത, ആ ഒരു മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഈ സമയം വരെ മറ്റ് ആളപായമോ മറ്റ് അപകടങ്ങളോ പ്രധാനപ്പെട്ട അപകടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ചമോലി മേഖലയിൽ ബദ്രിനാഥ് ദേശീയപാതയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാതയിലാണ് ഈ വലിയ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. റോഡ് പൂർണ്ണമായും തകർന്നത്.